ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയെ ശരിക്കും വഴക്ക് പറയുകയും നല്ലത് ഉപദേശിച്ചിട്ടും ഒക്കെ ചെയ്യാണ് നമ്മൾ ഗംഗാധരൻ. അതുപോലെ തന്നെ വൈജയുടെ 3 മക്കളെയും വിളിച്ച് ഉപദേശിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അമ്മ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതൊന്നും കണ്ട് നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ കുടുംബം നശിച്ചു പോകും. നിങ്ങൾക്ക് അമ്മയും ഇല്ല, അച്ഛനും ഇല്ലാണ്ടാവും. നമ്മുടെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളും കൂടെ മുന്നോട്ടാവണം. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അങ്ങളെ അങ്ങനെയാണെങ്കിലേ ഇവിടെ ഇപ്പോൾ പ്രശ്നം ഈ അലീനയാണല്ലോ. അലീനയെ പറഞ്ഞു വിട്ടാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരില്ലേ? അച്ഛനും അമ്മയും തമ്മിൽ പഴയ പോലെ ആവില്ലേ? ഇല്ല, അതൊരിക്കലും ആവില്ല. പിന്നെ വൈജ ദേഷ്യം കൊണ്ട് അവളെ പറഞ്ഞു വിട്ടാലും അവൾ സ്വയം ഇറങ്ങിപ്പോയാലും ഈ കുടുംബം ശരിയാവില്ല. ഇവിടെ ഇനിയിപ്പോൾ അങ്ങനെ എങ്ങാനും ആവണമെങ്കിൽ നിങ്ങളുടെ അച്ഛൻ തന്നെ വിചാരിക്കണം. എന്നാൽ പിന്നെ അച്ഛൻ അതുപോലെ വിചാരിച്ചൂടെ അങ്ങളെ? അച്ഛനെ ഇവിടെ വിചാരിക്കാൻ, അച്ഛനെ അടിച്ചിട്ടേക്കുവാണിപ്പോൾ. അതുകൊണ്ട് തന്നെ അച്ഛൻ വീണെടുത്ത് കിടന്ന് ഇത്രയും വേദന അനുഭവിച്ച് കിടക്കുമ്പോൾ ഇപ്പോൾ അതിന് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. ഇപ്പോൾ അലീനയുടെ ഒരു സാമീപ്യം വേണം. കാരണം ഒരു കെയർ ടേക്കറായിട്ട് നല്ലൊരാളെ തന്നെ വേണ്ടേ? മുത്തശ്ശിയെ നോക്കും പോലെ അച്ഛനെയും നോക്കാനായിട്ട് അലീന ഇവിടെ നിന്നോട്ടെ, അതല്ലേ നല്ലത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് പറയണം കേട്ടോ. അമ്മ പറയണത് കേട്ട് ജീവിക്കാൻ വേണ്ടി നിൽക്കരുത്. ഇപ്പോൾ ഞാൻ പറയണത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. നമുക്ക് അച്ഛനെയും അമ്മയും ഒക്കെ ഒരുമിപ്പിച്ച് നല്ല രീതിയിൽ പഴയ പോലെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മക്കൾക്ക് ഉപദേശം കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അലീനയ്ക്ക് പോയി ഉപദേശം കൊടുക്കുന്നുണ്ട്. നിന്നെ ഞങ്ങളിവിടെ സെർവൻ്റായിട്ടോ ഹോം നേഴ്സായിട്ടോ ഒന്നുമല്ല കണ്ടിട്ടുള്ളത് മോളെ. അതായത് വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും ഏറ്റവും മൂത്ത മകളായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ അതുകൊണ്ട് നിങ്ങൾ ഈ കുടുംബം നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിച്ചിട്ട് പോകുകയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, നീ ഇവിടുത്തെ ശരിക്കും എല്ലാ കാര്യങ്ങളും നോക്കണം. മനസ്സിലായോ? ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ് നിന്നെ ഏൽപ്പിച്ചിട്ട് പോണത്. നിന്നെ അത്ര വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ ഏൽപ്പിച്ചിട്ട് പോണത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കണം. പിന്നെ ഞാൻ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചോളാം. കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയണം കേട്ടോ അലീനെ? ശരിയെന്ന് അലീന പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ വൈജ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കും. പക്ഷേ ബാലചന്ദ്രൻ പറയുന്നതിനപ്പുറം വൈജയ്ക്ക് പോകാനൊന്നും കഴിയില്ല. ചുമ്മാ കിടന്ന് ഉച്ചയെടുക്കുകയുള്ളൂ. നീ പേടിക്കൊന്നും വേണ്ട. അതും കേട്ടിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയും ചെയ്യരുത്. ഇപ്പോൾ ബാലചന്ദ്രനെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അദ്ദേഹം ആകെ തളർന്നു കിടക്കുവാണ്. ആ മനസ്സ് മാറ്റി പഴയ പോലെ നമുക്ക് കൊണ്ടുവരണ്ടേ അലീനെ? അതിന് നീ തന്നെ വേണം. നീ ശ്രമിച്ചാലേ പറ്റുള്ളൂ എന്നിങ്ങനെ അലീനയ്ക്ക് സ്നേഹപൂർവ്വം നല്ലൊരു ഉപദേശം മാലതിയും ഗംഗാധരനും കൂടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പോകുന്നതിന് മുന്നേ ആയിട്ട് ബാലചന്ദ്രനോട് പോയി അവർ യാത്ര ചോദിക്കുകയും ചെയ്യാനുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് തരുന്ന ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം അനിയത്തിക്ക് തന്നെ കൊടുത്തേക്ക്. അവളെ നന്നാക്കാൻ നോക്ക്. എൻ്റെ മുറിയിലെങ്ങാനും വന്ന് ഇതുപോലുള്ള അഭ്യാസങ്ങൾ ഇനി കാണിക്കാൻ നിന്നാൽ ഞാൻ അവളെ കൊല്ലും എന്ന് പറഞ്ഞ് തോക്കെടുത്ത് കാണിച്ച് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഗംഗാധരനും മാലതിയും പറയണം, നിങ്ങളുടെ കുടുംബമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾ ക്ഷമ കാണിക്കണം. ഇങ്ങനെയൊന്നും പെരുമാറരുത്. അത് നിങ്ങൾ സ്വന്തം അനിയത്തിയോട് പറഞ്ഞു കൊടുത്താൽ മതി. ഞങ്ങൾ അവളോട് പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അലീനയോടും പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അല്ല, ഇപ്പോൾ ഇവിടുത്തെ ആവശ്യം അവൾ വേണമല്ലോ. അപ്പോൾ അവളോട് പോകരുതെന്നൊക്കെ പറഞ്ഞു. അവൾ ആരാ എന്താണെന്ന് അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ അവളോട് സംസാരിച്ചത്? അവളിപ്പോൾ ആരോ എന്തോ ആയിക്കോട്ടെ, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കുടുംബം നല്ലപോലെ നോക്കുന്നുണ്ടല്ലേ അവൾ. അപ്പോൾ അവളോട് കാര്യങ്ങൾ പറയണമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും പോവുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. പിന്നെ ഇത്രയും ഈ ജീവിതകാലത്ത് ഇനി മരിക്കുന്നവരെ നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്കില്ല എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയണം കേട്ടോ. അപ്പോൾ അതെല്ലാം കേട്ടും കൊണ്ട് മാലതിയും ഗംഗാധരനും കൂടെ അവിടുന്ന് യാത്ര തിരിച്ച് നേരെ നീലഗിരിയിലേക്ക് പോവാണ്. താഴെ വന്നിട്ട് വൈജയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. ഏട്ടനെ അടിച്ചു, അടിയും കൊണ്ടുണ്ട്. അത് മാത്രമല്ല പഴയ കാര്യങ്ങളൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നും കൂടെ പറഞ്ഞില്ലേ, അതൊക്കെ വല്ലാത്തൊരു ഷോക്കായിപ്പോയി വൈജയന്തിക്ക്. അതുപോലെ തന്നെ അലീനയോട് വല്ലാത്തൊരു പക 100 ഇരട്ടി കൂടിയിട്ടുണ്ട് കേട്ടോ. ബബിതയും കൃഷ്ണയും ഒക്കെ കേട്ടോണ്ട് നിൽക്കുകയാണല്ലോ. അമ്മ പണ്ട് ചെറുപ്പകാലത്ത് ആഗ്രയിൽ നിന്ന സമയത്ത് എന്തൊക്കെയോ ആടിത്തുമിച്ചിട്ടുണ്ടെന്ന കാര്യം പറഞ്ഞ് കേട്ടതാണ് അവരിപ്പോൾ. അപ്പോൾ ബബിതയുടെ മനസ്സല്ലേ ബബിത ഉടനെ തന്നെ അമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയോട് പോയി ചോദിക്കുകയാണ്, അമ്മേ ആഗ്രയിലൊക്കെ പണ്ട് അമ്മ നിൽക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും രഹസ്യം അവിടെ വെച്ചിട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. എന്ത് രഹസ്യം? ഒന്നുമില്ല, നിങ്ങളൊന്ന് പോയേ മിണ്ടാതെ. ചുമ്മാ ഏട്ടനോരോന്നും പറഞ്ഞ് അത് കേട്ടും കൊണ്ട് നിങ്ങൾ എന്നോടത്ത് വരല്ലേ. ഞാൻ ശരിയാക്കും എല്ലാത്തിനെയും. അങ്ങോട്ട് എണീറ്റ്. എനിക്കങ്ങനെ അവിടെ വെച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ത് രഹസ്യം? അല്ലെങ്കിൽ തന്നെ എനിക്ക് ആരോടും മറയ്ക്കാനായിട്ട് ഒന്നുമില്ല എന്നും പറഞ്ഞാൽ വൈജ ശരിക്കും പേടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് സ്വന്തം അവിടെ നിൽക്കുന്ന
നമ്മുടെ അലീനേക്കാളും വൈജ പേടിക്കുന്നത് സ്വന്തം മക്കളെയായി മാറിയിരിക്കുകയാണ്. അവർക്ക് കുറച്ച് സൂചനകൾ കിട്ടിയില്ലേ, തന്നെക്കുറിച്ച് എന്തെങ്കിലും മോശം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വില വയ്ക്കുമോ വൈജയെ? ഇത്ര കാലവും തൻ്റെ ചൊൽപ്പടിയിൽ എല്ലാവരെയും ഒറ്റ ഭരണത്തിൽ അടക്കി നിർത്തിയ വൈജ ഒറ്റ കാര്യം കൊണ്ട് എല്ലാവരിൽ നിന്നും പുറകിലോട്ടായി പോവില്ലേ, അവർ ചവിട്ടിത്തേക്കില്ലേ? അത് കാരണം പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ പിള്ളേരെയൊക്കെ പിടിച്ച് വിരട്ടിയിട്ട് നേരെ അമ്മയുടെ അടുത്ത് പോയി പരാതി പറയട്ടോ. അമ്മേ, ഗംഗയുടെ എന്നെ തല്ലി നമ്മ അറിഞ്ഞോ? പിന്നെ അതും പോരാഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയാൽ എന്താണെന്നറിയോ, പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് ആഗ്രഹയിൽ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ. അതെ, അത് ശരിയാണ്. നീ ഇവിടെ കാണിക്കുന്ന അഹങ്കാരം അത്രയ്ക്കല്ലേ? ബാലചന്ദ്രന് എന്തെങ്കിലും ഒരു സമാധാനം നിനക്ക് കൊടുത്തുകൂടെ വൈജെ? നീ എന്തിനാ മനുഷ്യനായിട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യിക്കുന്നത്? നീ നല്ല കാലത്ത് നല്ല രീതിയിലാണോ നടന്നത്? അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ബാലചന്ദ്രനെ അലീനയും ചേർത്ത് സംശയിക്കുന്നത് ശരിയാണോ? അവൻ നല്ലൊരു മനുഷ്യനല്ലേ? ഇല്ലാ കഥകൾ ഉണ്ടാക്കരുത്. പിന്നെ ഗംഗാധരൻ നിനക്ക് അടി തന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല കാര്യം തന്നെയാണ്. പിന്നെ അതും പോരാഞ്ഞിട്ട് നിൻ്റെ മക്കളെങ്ങാനും ഈ വക കാര്യങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ, ആകെ നീ പിന്നെ ജീവിച്ചു നിന്നിട്ട് കാര്യമുണ്ടോ? ബാലചന്ദ്രൻ അറിഞ്ഞാൽ ജീവിച്ചു നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ മരിക്കുന്നതാണ് തുല്യം. അതുകൊണ്ട് ഇതൊന്നും അറിയണ്ടെന്നുണ്ടെങ്കിൽ നീ കുറച്ചുകൂടി അടങ്ങി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഇനിയെങ്കിലും നിൻ്റെ ഭരണം അവസാനിക്കുക. ബാലചന്ദ്രൻ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ വൈജയ്ക്ക് ഉപദേശം കൊടുക്കുകയാണ്. പിന്നെ കൃഷ്ണമോളും ബബിതയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ അലീന പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെയൊക്കെ കുടുംബം രക്ഷപ്പെട്ടാലോ എന്ന്. ഓ, അത് ശരി, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് അലീന ചേച്ചിയോട് പറയാം. അലീന ചേച്ചി പോവുകയാണെങ്കിൽ പോട്ടെ, അങ്ങനെയെങ്കിലും അച്ഛനും അമ്മയും ഒന്നാവുമല്ലോ എന്ന്. അത് മുത്തശ്ശിയോട് ചർച്ച ചെയ്യുമ്പോൾ മുത്തശ്ശിക്കും തോന്നുന്നുണ്ട് കേട്ടോ, അലീനയാണോ ഈ കുടുംബത്തിൽ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി അവൾ ഇവിടെ താങ്ങായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബാലചന്ദ്രനും അവളും മതിയെന്ന് ഒറ്റ വാശിയില്ല. അത് കാരണമാണ് വൈജ ഇങ്ങനെ. അപ്പോൾ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാം, അല്ലെങ്കിൽ വൈജയ്ക്ക് അത് വല്ലാത്ത വിഷമാവും, ഇത് വേറെ എന്തെങ്കിലും ബന്ധത്തിലേക്ക് കൊണ്ടെത്തിക്കോ എന്നൊക്കെ മുത്തശ്ശിക്ക് പേടിയുണ്ട് കേട്ടോ. അപ്പോൾ അത് അലീനയോട് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അലീന പറയാം, ബാലചന്ദ്രൻ സാറ് പറയാം ഞാൻ ഇവിടുന്ന് പോവില്ല മുത്തശ്ശിന്ന്. എന്നാലും മുത്തശ്ശി പറയേണ്ട, അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി നീ പോയേ പറ്റുള്ളൂ മുത്തശ്ശി. അപ്പം മുത്തശ്ശി ഞാൻ പോകണമെന്ന് തന്നെയാണ് പറയണത് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വട്ടം ചുറ്റി പാവം പിടിച്ച അലീനെ ശരിക്കും ക്രൂശിക്കുക കേട്ടോ. പുതിയ എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.